അങ്ങനെ 8 വർഷക്കാലത്തിന് ശേഷം കേരളം കാത്തിരുന്ന ഒരു കേസിന്റെ വിധി വന്നു. വിധി ഇങ്ങനെയൊക്കെ തന്നെ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പല മനുഷ്യരും പറയുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത് അല്ലേ? ജുഡീഷ്യറിയെ കുറിച്ച്, ജുഡീഷ്യറിയിലുള്ള വിശ്വാസത്തെ കുറിച്ചൊക്കെ അല്ലേ നമ്മൾ ഇത്രയും കാലം സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അതിനെക്കുറിച്ചൊക്കെ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇനി വിശ്വസിക്കേണ്ടത്? പല വിധികളും വരുന്ന സമയത്ത് നമ്മളൊക്കെ രോഷാകുലരാകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായില്ലേ? ഈ പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കുറേ അധികം കാലം ഈ കേസിനൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. കുറേ അധികം കാലം എന്ന് പറഞ്ഞാൽ ഒരു 6 മാസക്കാലത്തോളം എൻ്റെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതും ഈ മാധ്യമ പ്രവർത്തന ജീവിതം എന്ന് പറയുന്നതും ഒക്കെ തന്നെ ഈ കേസ് മാത്രമായിരുന്നു. ഈ കേസ് ഒരു കോമഡി കേസായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഈ വിധി വരുന്ന സമയത്ത് നിരവധിയായ തെളിവുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, സാക്ഷിമൊഴികൾ, ഇതൊക്കെ തന്നെയും പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പബ്ലിക് സ്പേസിൽ പോലും നമുക്കൊക്കെ അവൈലബിൾ ആണ്. ഇതിൽ ഈ 1-ാം പ്രതി എന്ന് പറയുന്ന ആൾ പൾസർ സുനി എന്ന് പറയുന്ന ആളാണല്ലോ. അതായത് ആ പെൺകുട്ടിയെ, അതിജീവിതയെ ഉപദ്രവിച്ചയാള്. ഈ പൾസർ സുനിയെ അറിയില്ല എന്ന് പറയുന്ന 8-ാം പ്രതിയുടെ വാദം 8 നിലയിൽ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ എന്താ ഉണ്ടായത്? 8-ാം പ്രതിയെ വെറുതെ വിട്ടു. 7-8 പ്രതികളെ വെറുതെ വിടുന്നു. ഒപ്പം തന്നെ സാക്ഷിമൊഴികൾ, എത്രയോ അധികം സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. ഈ സാക്ഷിമൊഴികളൊന്നും തന്നെ സാക്ഷികളൊന്നും കോടതിക്ക് മുന്നിൽ ഈ പറയുന്നത് പോലെ ഒരു തെളിവല്ലേ, അല്ലെങ്കിൽ സാക്ഷിമൊഴികൾക്കൊന്നും ഒരു വിലയില്ലേ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഒപ്പം തന്നെ 27 വോയിസ് ക്ലിപ്പുകളുണ്ട്. ഈ 27 വോയിസ് ക്ലിപ്പുകളും മഞ്ജു വാര്യർ കേൾക്കുകയും ആ കേട്ട ശബ്ദമൊക്കെ തന്നെയും മഞ്ജു വാര്യർ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജഡ്ജിയെ സ്വാധീനിക്കാൻ പറ്റിയെന്നും ഈ കേസിൽ ഇനി ടെൻഷൻ വേണ്ട എന്നും ഒക്കെ പറയുന്ന ചില ഓഡിയോ ശകലങ്ങൾ നമുക്ക് മുന്നിലില്ലേ? അപ്പൊ ഈ ഓഡിയോ ശബ്ദങ്ങളും ഈ ഓഡിയോ ശകലങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും നമ്മൾ പറയുകയാണ് 8-ാം പ്രതി കുറ്റക്കാരനല്ല, 8-ാം പ്രതിക്ക് ഇത് കേസുമായി ഒരു ബന്ധവുമില്ല, ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. കൊടുത്തിട്ടുള്ള തെളിവുകളുണ്ട്. 8 വർഷക്കാലം ഒരു പെൺകുട്ടി നടത്തിയിട്ടുള്ള അതിജീവന പോരാട്ടമുണ്ട്. അതൊക്കെ തന്നെയും മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ തന്നെയും വൃഥാവിലായിക്കൊണ്ട് ഇന്ന് ഒരു വിധി വന്നു. ഈ പെൺകുട്ടി വിചാരണ വേളയിൽ ഈ പെൺകുട്ടി തൊഴുകൈയോടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് പ്രസ്തുത ജഡ്ജി പറഞ്ഞത് ഞാൻ നിന്റെ സ്റ്റെനോഗ്രാഫർ അല്ല എന്നാണ്. അത് മാത്രമല്ല, ഈ ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനെ പൂർണ്ണമായും നിരസിച്ച ഒരിടത്തു നിന്ന്, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആളുകൾ പറഞ്ഞത് ഈ കേസിൽ ഒരു അനുകൂലമായ വിധി വരുമെന്ന് നിങ്ങൾ കരുതിയിരുന്നു, അതിജീവിതയ്ക്ക് നീതി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഇന്നൊക്കെ അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇന്നലെയൊക്കെ ഈ മാളത്തിൽ ഒളിച്ചിരുന്ന ആളുകളുണ്ടല്ലോ, ഇന്നിപ്പോൾ പുറത്ത് ചാടിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ഇതുമായി